കൊച്ചിയിൽ കൈക്കൂലി വാങ്ങിയ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വിജിലൻസിന്റെ പിടിയിൽ. കൊച്ചിൻ കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മധു, ഷാനു, ജോൺ എന്നിവരാണ് പിടിയിലായത്. കെട്ടിട പെർമിറ്റ് സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞായിരുന്നു കൈക്കൂലി വാങ്ങിയത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ കൈക്കൂലി കേസിൽ സർക്കാർ ജീവനക്കാർ പിടിയിലാകുന്ന പല സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കെതിരെ വിജിലൻസിന് പരാതി ലഭിക്കുന്നത്? കയ്യോടെ പിടികൂടുകയായിരുന്നു? കൈക്കൂലി വാങ്ങുമ്പോൾ കയ്യോടെ മൂവരെയും വിജിലൻസ് പിടികൂടുകയായിരുന്നോ? പള്ളുരുത്തി സോണൽ ഓഫീസിന് സമീപത്തായിരുന്നു സംഭവം. ആലുവ സ്വദേശിയായ ഒരു യുവാവിന് ഒരു മൊബൈൽ ഷോപ്പ് നടത്തണമെന്ന ആഗ്രഹത്തോടാണ് അവിടെ അതിന്റെ പെർമിറ്റിന് വേണ്ടി നടക്കുകയായിരുന്നു. ആ സമയത്താണ് ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടത്. അതിന്റെ പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷെ അത് അപ്രൂവ് ആയി കിട്ടണമെങ്കിൽ കൈക്കൂലി നൽകണം, 10,000 രൂപ നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഇങ്ങനെ നിരന്തരം കൈക്കൂലി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ യുവാവ് വിജിലൻസിനോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ഈ യുവാവ് ഇന്ന് ഓഫീസിൽ എത്തുകയും ഇവർക്ക് കൈക്കൂലി കൈമാറുന്നതിനിടയിലാണ് ഒപ്പമുണ്ടായിരുന്ന വിജിലൻസ് സംഘം ഈ ഉദ്യോഗസ്ഥരെ, ഈ ആരോഗ്യ വിഭാഗം ഇൻസ്പെക്ടറായിട്ടുള്ള സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള മധു, ജൂനിയേഴ്സ് ആയിട്ടുള്ള ഷാനു, ജോൺ എന്നിവരെ കൂടി പിടികൂടുന്നത്. ഇവർക്കെതിരെ മുൻപും പരാതി ഉണ്ടായിരുന്നതായി വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. ഇവർ ഇത്തരത്തിൽ കൈക്കൂലി പലതവണ നിരന്തരം വാങ്ങുന്നവരാണെന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എന്തായാലും വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ കൂടിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ആലുവ സ്വദേശിയുടെ പരാതിയിൽ ഈ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. എന്തായാലും ഇനി ഇതിൽ ഇവരുടെ അക്കൗണ്ടുകൾ അടക്കം പരിശോധിക്കുന്നുണ്ട് അന്വേഷണ സംഘം. ഇതിൽ അനധികൃതമായിട്ട് ഏതെങ്കിലും വിധത്തിൽ പണം വന്നിട്ടുണ്ടോ എന്നുകൂടി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് പോകാനും പോലെ തന്നെ മുൻപും മുൻപും ഇത്തരത്തിൽ ഈ വിജിലൻസിന് ഈ ഉദ്യോഗസ്ഥർ, ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്നതായി ചില പരാതികൾ കേട്ടിരുന്നു. പക്ഷെ അത് പരാതിയുമായി മുന്നോട്ട് വരാൻ ആരും തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുവാനോ ഇങ്ങനെ പിടികൂടുവാനോ വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഈ 3 ഉദ്യോഗസ്ഥരും. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു ആലുവ സ്വദേശിയുടെ പരാതിയെ തുടർന്ന് വിജിലൻസ് നേരിട്ടെത്തി ഈ കൈക്കൂലി വാങ്ങുന്നതടക്കം പിടികൂടിയത്.